Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, prayer എല്ലാം കഴിഞ്ഞോ? ഇല്ല, പ്രയർ കഴിഞ്ഞിട്ടില്ല. Please. പാടിക്കോട്ടെ. ഹലോ മാം, കേൾക്കുന്നില്ലേ? Yes, കേൾക്കാം, ചെയ്തു. ദൈവമേ ഞാനിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോളൻ നിൻ കൃപയെന്നിൽ തൂകണമേ. ദൈവമേ ഞാനിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോളൻ നിൻ കൃപയെന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ നീ നിന്റെ ജ്ഞാനത്താലെന്നും നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എന്റെ വീഥികളിൽ നീ എൻ ജീവമായിടണേ. ദൈവമേ ഞാനിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോളൻ നിൻ കൃപയെന്നിൽ തൂകണമേ. താങ്ക് യു മാം. Good afternoon. Today's thought is, do something today that your future self will thank you for. Thank you. Sign in ചെയ്യട്ടെ മാം. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കൊരുന്നേ. കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കൊരുന്നേ. കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രിതൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നു മിന്നും നീ പുണർന്നൊരേ താരകം. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂരുന്നേ. കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂരുന്നേ. കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. സൈനിങ് ബൈ മേഘ. നൈസ് prayer എല്ലാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് അതിന്റെ ഹാങ് ഓവർ ഉണ്ടോ? ഹാങ് ഓവറിലാണ്. വെക്കേഷൻ പെട്ടെന്ന് തീർന്നു പോയി എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികൾ പറയണ്ടേ. പിള്ളേർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ക്ലാസ്. അതെ, 5-ാം തീയതി മിസ് ചുമ ജലദോഷം എല്ലാവർക്കും വയ്യായികയാണ്. അല്ലെ ഈ മഞ്ഞിന്റെ നല്ലോണം കിട്ടിയിട്ടുണ്ട്. എനിവേ വീട്ടിൽ തന്നെ എല്ലാരും ഇരിക്കുന്നോണ്ട് വലിയ കുഴപ്പമില്ല. യാത്രകളൊക്കെ ആണെങ്കിലാണ് ബുദ്ധിമുട്ട്. പലരും യാത്രയിലൊക്കെയാണെന്ന് തോന്നുന്നു. ക്ലാസ്സിലൊക്കെ എല്ലാരും കുറവാ. ഓക്കെ, നമ്മൾ എവിടം വരെയായി?
ക്ലാസ് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അതിന് മുമ്പ് എവിടെ വരെയായിരുന്നു? റെക്കോർഡ് പറഞ്ഞു തീർത്തു എന്ന് തോന്നുന്നു അല്ലെ? മെന്റൽ ഹെൽത്ത് കഴിഞ്ഞു. റെക്കോർഡ് തീർത്തു മിസ്. റെക്കോർഡ് എല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തു. മിസ് പറഞ്ഞിരുന്നു എല്ലാം. റെക്കോർഡ് എത്ര എണ്ണം പറഞ്ഞു? 4 എണ്ണം. 4 എണ്ണം മിസ്. 4 എണ്ണം കംപ്ലീറ്റ് ആയി. പോയമും സ്റ്റോറി ഒക്കെ പറഞ്ഞിരുന്നു മിസ്. മെന്റൽ ഹെൽത്ത് കഴിഞ്ഞു. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എടുത്തോ? ഇല്ല മിസ്, എടുത്തിട്ടില്ല. ക്ലാസ് റൂമിൽ PDF കിട്ടിയില്ലേ? PDF കിട്ടിയില്ലേ? ഫസ്റ്റ് എയ്ഡ് നിങ്ങൾക്ക് ഞാനാണോ എടുത്തേ? അപർണ മാം എടുത്തത്. ഓക്കെ, ഇത് നമ്മ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ PDF നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും ഉണ്ടല്ലോ. ബിഫോർ ദാറ്റ് നമ്മുടെ ജനറൽ ഫസ്റ്റ് എയ്ഡിന്റെ കൂടെ കുറച്ച് കാര്യം ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ കോവിഡ് സമയത്ത് എന്തെല്ലാം പ്രിക്വേഷൻസ് പ്രിവെൻഷൻ ആണ് എടുത്തത്? നമ്മള് മാസ്ക് യൂസ് ചെയ്തിരുന്നു മിസ്സേ. പിന്നെ നല്ലപോലെ നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് നല്ലപോലെ ഹാൻഡ് വാഷ് ചെയ്തിരുന്നു. നമ്മൾ കുളിച്ചിരുന്നു. അതായത് പുറത്ത് പോയി വന്ന് നമ്മൾ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്തിരുന്നു. സാനിറ്റൈസറിങ് എല്ലാത്തിനും യൂസ് ചെയ്തിരുന്നു മിസ്. എവിടെ പോയാലും അത് യൂസ് ചെയ്തിരുന്നു. ഓക്കെ, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തിരുന്നോ? എന്താ മിസ്, ആക്ഷൻ സോങ് അല്ലായിരുന്നോ? ആക്ഷൻ സോങ് അല്ല, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന് കുറച്ച് സ്റ്റെപ്സ് ഇല്ലേ? ഇങ്ങനെ റബ് ചെയ്യണം, ഇങ്ങനെയൊക്കെ കുറച്ച് സ്റ്റെപ്സ്. ഒരു പിക്ചർ ഉണ്ടല്ലോ, പിക്ചർ നിങ്ങൾ ചെയ്തോ? ഹാൻഡ് വാഷിന്റെ ചെയ്തിട്ടില്ല മിസ്. ഞാൻ മിസ്സിനോട് ചോദിക്കണം എന്ന് വിചാരിച്ചു. മറ്റേ ഫസ്റ്റ് എയ്ഡിന്റെ പിക്സ് മിസ് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒരെണ്ണം നമ്മൾ അത് ചെയ്തിട്ടുണ്ട് മിസ്. അത് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ ഓരോരോ 1, 2, 3 എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അത് കോവിഡ് സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പിക്ചർ മാത്രമായിട്ട് എഴുതൊന്നും വേണ്ട. ആ ഒരു പിക്ചർ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, അത് നമ്മൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികൾക്ക് കാണിക്കാനായിട്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ചാർട്ട് പേപ്പറിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ A4 സൈസോ അല്ലെങ്കിൽ സ്ക്വയർ പോലെ പേപ്പറിനെ കട്ട് ചെയ്തിട്ട് അതില് ആ പിക്ചർ വരയ്ക്കോ പേസ്റ്റ് ചെയ്യോ ചെയ്ത് ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ച് സെക്യൂർ ചെയ്ത് ഒരു സ്റ്റിക്ക് കൊടുക്കാം. എന്നിട്ട് കുട്ടികളെ ആ ഓർഡറിൽ നിർത്തിയിട്ട് ഓരോരുത്തരുടെയും കയ്യിൽ ആ സ്റ്റിക്ക് കൊടുക്കാം. എന്നിട്ട് ആ ടെക്നിക്സ്, അങ്ങനെയൊക്കെ ചില ആക്ടിവിറ്റീസ് സ്കൂളിൽ പോകുന്ന സമയത്ത് ചെയ്യാം. അപ്പൊ നമ്മളത് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ചാർട്ട് പേപ്പർ ഓരോ സ്റ്റെപ്സ് ഓരോ കാർഡ്ബോർഡിലാണോ മിസ് ഒട്ടിക്കണ്ടേ? അങ്ങനെയും ചെയ്യാം, അങ്ങനെ സ്റ്റിക്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ മുഴുവനായിട്ട് ചെയ്ത് ഹാങ് ചെയ്ത് അങ്ങനെയും കാണിക്കാം. ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന നോട്ട്ബുക്കിൽ ഓരോ പേജിലായിട്ട് സെറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ സ്കൂളിലേക്ക് പോകുമ്പോ ജയശ്രീ മിസ് ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത് ഹാൻഡ് വാഷ് സ്റ്റെപ്സ്? അതായത് കയ്യിൽ ഈ മോഡലാണോ? കുട്ടികളുടെ ടെക്സ്റ്റ് ഉള്ളതാണോ? ചെറിയ മിസ് ഞാനിത് മിസ് റൈംസ് എഴുതാൻ പറഞ്ഞല്ലോ, അപ്പൊ അത് എഴുതിയിട്ട് അതിന്റെ ഒപ്പം ഒട്ടിച്ചതായിരുന്നു. റിലേറ്റഡ് ഇല്ലസ്ട്രേഷൻ ഒട്ടിച്ചതാണ് അല്ലെ? ഓക്കെ, അതെ. ജസ്റ്റ് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ, അതായത് ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ ചില ഹോസ്പിറ്റലുകളിൽ അതിന്റെ ആ ഒരു ചാർട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാകുമായിരിക്കും. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഇത് പറഞ്ഞപ്പോ വേറൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. മീൻസ് അത് വേറെ പ്രശ്നമൊന്നുമല്ല. ഇതുപോലെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗ്രൂപ്പ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, എല്ലാ ബാച്ചുകാർക്കും ഉണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഒരു കുട്ടി ചെയ്തത് ആ കുട്ടി അങ്ങ് ഷെയർ ചെയ്തു അതിന്റെ പിക്ചർ. അത് കഴിഞ്ഞപ്പം വേറൊരു കുട്ടി ചെയ്തിട്ട് അതും ഷെയർ ചെയ്തു. എന്താ രസം എന്ന് വെച്ചാൽ രണ്ടുപേരും ചെയ്തത് ഒരേപോലെ ഇരുന്നു. ഇതിന് തെറ്റൊന്നുമില്ല, കാരണം ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് തന്നെയല്ലേ ജയശ്രീ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ലല്ലോ. അതിൽ നല്ലതെന്ന് നോക്കി ചെയ്തപ്പോ പറ്റിയതെന്ന് വെച്ചാൽ രണ്ടുപേരും ചെയ്തത് ഒരേപോലെ ഇരുന്നു. ഒരേപോലെ ഇരുന്നത് പ്രശ്നമൊന്നുമല്ല, പക്ഷെ അവിടെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായി ആ ഗ്രൂപ്പില്.
ഇത് ഞാൻ അറിയണില്ല, ഈ പ്രശ്നങ്ങളൊന്നും ഞാൻ അറിയണില്ല. ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് ഒരു കുട്ടി അങ്ങ് കരയുക, ഭയങ്കര കരച്ചില്. എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. എനിക്ക് ഭയങ്കര വിഷമമാവണു. കരയണ കാണുമ്പോ പണ്ടേ എനിക്ക് ഭയങ്കര വിഷമാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ സംഭവം എന്താന്ന് വെച്ചാല് ആദ്യം പോസ്റ്റ് ചെയ്ത ആള് ഇട്ടത് ഈ കുട്ടി അറിഞ്ഞില്ല. കാരണം വേറൊന്നുമല്ല, കുറേ മെസ്സേജ് വരികയല്ലേ, അപ്പൊ അതിനു മുമ്പ് കിടന്നത് അറിഞ്ഞില്ല. ഈ കൊച്ചിന് ചെയ്ത് കഴിഞ്ഞപ്പം അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒരു റെഫറൻസ് ആവട്ടെ എന്ന്. അപ്പൊ രണ്ടുപേരും ഒരേപോലെ ഗൂഗിൾ സെർച്ച് ചെയ്തു, രണ്ടുപേർക്കും ഒരേപോലെ ഒരു പിക്ചർ ഇഷ്ടപ്പെട്ടു, രണ്ടുപേരും ഒരേപോലെ അത് ചെയ്തു വെച്ചു. അപ്പൊ ആദ്യത്തെ കുട്ടി പറഞ്ഞു രണ്ടാമത്തെ കുട്ടി എന്റെ കോപ്പി അടിച്ചു എന്ന്. അത് ആൾക്ക് ഭയങ്കര സങ്കടമായ പോലെ ഓരോരുത്തർ ചിരിക്കും അവിടെ. കൊള്ളാന്നല്ല ക്ലാസ്. രണ്ടാമത്തെ ആൾക്ക് അത് സങ്കടമായി. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കോപ്പി അടിച്ചെന്ന് പറയുന്നത്. കാരണം ആള് വളരെ ചെറുപ്പം തുടങ്ങി വളരെ സിൻസിയർ ആയിട്ട് പഠിച്ചു വന്ന ഒരാളാണ്. എവറിബഡി ഈസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ വളരെ സിൻസിയർ ആയിട്ട് പഠിച്ചു വന്നതാണ്. അപ്പൊ കോപ്പി അടിച്ചു എന്നൊരു ആരോപണം ഭയങ്കരമായിട്ട് ആളെ തളർത്തി കളഞ്ഞു. കോഴ്സ് നിർത്തി പോവാൻ വരെ ആള് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുക. കോഴ്സ് നിർത്തുക, ഇനി പഠിക്കുന്നില്ല, അതുവരെ തീരുമാനമായി. ആകെപ്പാടെ ഞാൻ അയ്യോ. അപ്പൊ ഞാൻ പറഞ്ഞു, സമാധാനപ്പെടുത്തി ഞാൻ പറഞ്ഞു, അതിനിപ്പോ ഗൂഗിള് തരുന്നത് നിങ്ങൾ അതുപോലെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ, അതിൽ കോപ്പി അടിച്ചു എന്നുള്ളതില്ലല്ലോ. ആ ഒരു ആരോപണം നേരിട്ട് സങ്കടമാണ്. ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ കോപ്പി അടിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പിക്ചർ വന്ന് കണ്ടില്ല. ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ഷെയർ ചെയ്തു. അങ്ങനെ ഇങ്ങനെ. പക്ഷെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ രണ്ടുപേരും BEd കഴിഞ്ഞവരാണ്. BEdന് ഒരു അസൈൻമെന്റ് ടീച്ചർ കൊടുത്തു കഴിഞ്ഞാൽ, അസൈൻമെന്റ് ആക്ടിവിറ്റി വട്ടവർ എത്തി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ കണ്ടു കഴിഞ്ഞാൽ അവിടെ മാർക്ക് കുറയ്ക്കും. അങ്ങനെ മാർക്ക് കുറഞ്ഞാലോ എന്ന് ധാരണ കൊണ്ടാണ് ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടിയെ കോപ്പി അടിച്ചു. മോണ്ടിസോറിയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കോപ്പി അടിക്കുക, അങ്ങനെ കോപ്പി അടിച്ചു മാർക്ക് കുറയ്ക്കുക, ആ ഒരു പരിപാടിയല്ല. നമ്മള് ഇത് എല്ലാരെയും വാല്യൂ ചെയ്യുന്നത്, ചിലപ്പോ ക്ലാസ്സിൽ കുറച്ച് പേർക്ക് കയറാൻ പറ്റുന്നുള്ളൂ. വൈവ എന്നൊരു സംഭവം ലാസ്റ്റ് ഉണ്ട്. ആ ഒരു 10 മിനിറ്റില്, ആ ഒരു 1 ഇയർ, നിങ്ങൾ വിചാരിക്കും ഒരു വർഷത്തെ കാര്യം 10 മിനിറ്റിൽ എന്നെ എങ്ങനെ വാല്യൂ ചെയ്യും? യെസ്, വി ക്യാൻ ഡു. അതാണ്. കാരണം ആ ഒരു ടൈം ആവുമ്പോഴേക്കും നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കുറെ കൂടെ സ്ട്രോങ് ആവും, ഒരു ട്രസ്റ്റ് നമ്മൾക്കിടയിൽ ബിൽഡ് ചെയ്യും. സോ നിങ്ങൾ എല്ലാം റിവീൽ ചെയ്യും ആ ഒരു വൈവ ടൈമിൽ വന്ന്. കാരണം വെച്ചാൽ അതെന്ന് വെച്ചാൽ വളരെ കോൺഫിഡൻഷ്യൽ ആണ്, റെക്കോർഡിംഗ് ഇല്ല, ആ ടീച്ചറും ആ കുട്ടിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം യെസ് പ്ലീസ്. മാർച്ചിൽ നമ്മുടെ കോഴ്സ് തീരുവോ? നിങ്ങൾ ഏത് ബാച്ച് ജോയിൻ ആയത്? ജൂൺ 13 ബാച്ച്. ജൂൺ. അപ്പൊ ദാറ്റ് മീൻസ് മാർച്ച് ഒക്കെ ആകുമ്പോൾ ഫൈനൽ എക്സാം ആയി വൈവയിലേക്കൊക്കെ അടുക്കുന്ന ഒരു ടൈമാ. ടൈമില്ലല്ലേ, ജനുവരി ഫെബ്രുവരി. ഇപ്പൊ പെട്ടെന്ന് ഞാൻ തീർക്കണം. പെട്ടെന്ന് തീരുന്ന പോലെ ഒരു ഫീലിങ്സ്. ഓക്കെ, നോ പ്രോബ്ലം, വറി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം അതിങ്ങനെ വന്നു, അങ്ങനെ അതിങ്ങനെ പറഞ്ഞു. അപ്പൊ അതിൽ ഞാനിങ്ങനെ പറഞ്ഞു സാരമില്ല, എന്തായാലും ആ ഒരു വിഷമം, ആ ഒരു ആള് ഭയങ്കര ഇങ്ങനെ എങ്ങലടിച്ച് കരയുവാണ് കേട്ടോ. വിഷമം വന്ന ആ ഒരു പ്ലാറ്റ്ഫോമില് വന്ന് പറയാൻ കാണിച്ച ധൈര്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആളെ ഒന്ന് സമാധാനപ്പെടുത്തി. അപ്പോ അടുത്ത ശബ്ദം വരുന്നു, മിസ് അത് പറഞ്ഞത് ഞാനായിരുന്നു. കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ ആള് അത് പറഞ്ഞത് ഞാനായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് BEdൽ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാ, ഐ ഡിഡന്റ് ലിറ്ററലി മീൻ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആള് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമല്ലേ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ആരോപണം വന്നപ്പോ അത് ചെയ്തത് ഞാനാണെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചല്ലോ, അതിനെ നമ്മളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റും. ഈ ക്ലാസ് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ കുട്ടി എന്നെ കോൺടാക്ട് ചെയ്തു, ഞാൻ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്, എനിക്ക് പറ്റില്ല. കാരണം ആള് വളരെ ചെറിയ ക്ലാസ് തുടങ്ങി നല്ല രീതിയിൽ പഠിച്ചു വന്ന ഒരാളാണ്. അപ്പൊ ഈ കോഴ്സിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കാരണം കുറെ BEd കഴിഞ്ഞവര് നമ്മുടെ പല ബാച്ചുകളിലുണ്ട് കേട്ടോ, കോഴ്സിനോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാണ്. ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി ഒത്ത് ബോധർ ചെയ്യണ്ട, അത് അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതൊന്നുമല്ല. അപ്പൊ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. പിന്നെ കോഴ്സ് കണ്ടിന്യൂ ചെയ്തു. കഴിഞ്ഞപ്പോഴേ തൊട്ടടുത്ത സ്കൂളിൽ ആൾക്ക് ജോലി കിട്ടി. ക്ലാസ്സിൽ കയറാൻ പറ്റാറില്ല, റെക്കോർഡ് ക്ലാസ്സസ് കാണുന്നുണ്ട്. അങ്ങനെ പോകുന്നു. അവരുടെ കോഴ്സ് തീരാറുമായിട്ടോ. ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒരു റെഫറൻസ് ആണ്. അത് അങ്ങനെ ഒരാൾ ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ജസ്റ്റ് ചിലർക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടും ഇന്നോവേറ്റീവ് ആയിട്ട് ഐഡിയാസ് ഉണ്ടാവും. അപ്പൊ അവര് പുതിയതായിട്ട് ഓരോന്ന് ചെയ്യും. അപ്പൊ നമ്മൾക്ക് പകർന്നു തന്നു. ഇപ്പൊ ജോസ്മി ക്ലാസ്സിലല്ലേ?
റോസ്മിയാണ് മിസ്സേ, റോസ്മി. ജോസ്മി ഓക്കെ. റോസ്മി നമ്മളെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പഠിപ്പിച്ചത് അല്ലേ? നമുക്ക് ഓരോന്ന് പഠിപ്പിച്ചു തന്നു അല്ലെ? കാരണം ഉള്ളിലുള്ള എന്തൊക്കെ അറിയാൻ പറ്റുമോ അതൊക്കെ മാക്സിമം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് റോസ്മി വളരെ സിൻസിയർ ആയിട്ട് അന്ന് ചെയ്തു തന്നു. അപ്പൊ നമ്മൾ അതുപോലെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു അല്ലെ? അതൊരു കോപ്പി അടി എന്നുള്ളതല്ല. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡിയാസും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരുടെയെങ്കിലും റെസിപ്പി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ടച്ച് കിട്ടാനായിട്ട് നമ്മൾ യുണീക്ക് എനിക്ക് എന്തൊരു പ്രത്യേകത ഉണ്ട്, ഒരു സ്പെഷ്യാലിറ്റി ഈസ് ഇൻസൈഡ് മീ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചില പൊടിക്കൈകൾ അതിനകത്ത് ചേർക്കില്ലേ? നമ്മുടെ ചിലപ്പോ ആന്റിയുടെ റെസിപ്പി ആയിരിക്കും, ഫ്രണ്ടിന്റെ റെസിപ്പി ആയിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലെ ഏതെങ്കിലും ഒരു ചാനലിലെ റെസിപ്പി ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇത് അതിനകത്ത് നമ്മൾ ചേർക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടച്ച് വരണം എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചില അസൈൻമെന്റ്സ് ഒന്നും ഒരിക്കലും ഗൂഗിൾ സെർച്ച് ചെയ്താലൊന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടില്ല. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ആക്ടിവിറ്റിയാണ് അസൈൻമെന്റ്. ലൈക്ക് ഒരു ബോയ് വന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് ബെഗ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് ഗൂഗിൾ സെർച്ച് ചെയ്താലാണോ കിട്ടുന്നത്? നമ്മളുടെ തോട്ടല്ലേ, നമ്മളുടെ ചിന്തയല്ലേ അവിടെ വരണ്ടേ? അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു മോണ്ടിസോറി ക്ലാസ് റൂം ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് പറയാം. എല്ലാവരും വേഗം ഒരു പേപ്പർ എടുക്കും. ഒരു മോണ്ടിസോറി ക്ലാസ് റൂം ഒന്ന് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം, ഞാൻ അറിയാൻ പോകുന്നില്ല അല്ലെ? പക്ഷെ നമ്മളുടെ മനസ്സിൽ ഇപ്പൊ മോണ്ടിസോറി ക്ലാസ് റൂമിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. എല്ലാം ചൈൽഡ് സൈസ്ഡ് ആണ്, ചൈൽഡ് ഫ്രണ്ട്ലി ആണ്, ഫർണിച്ചർ എല്ലാം കുട്ടികളുടെ സൈസിലുള്ളതാണ്, അവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ അതങ്ങ് ഡിസൈൻ ചെയ്യാം. ഞങ്ങൾക്ക് എക്സാമിന് വന്ന 6 മാർക്കിന്റെ 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ആ ഒരു എക്സാമിന് പോകുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളത്. മോണ്ടിസോറി ക്ലാസ് റൂം ഒന്ന് ഡിസൈൻ ചെയ്യുക, അതിന്റെ ലേഔട്ട് വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിവേ ഞാൻ അതൊരു അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തരാം. മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഒരു ലേഔട്ട് വരയ്ക്കുക, ഒരു മോഡലും ഞാൻ അയച്ചു തരാം. സോ യു ക്യാൻ മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ്. ഓക്കെ, സോ നമ്മള് കോവിഡിന്റെ കേസ് പറഞ്ഞപ്പോ എന്തെല്ലാമായിരുന്നു പ്രിക്വേഷൻസ്, പ്രിവെൻഷൻസ്? മാസ്ക്, ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലേക്ക് വന്നത് മാസ്ക് ആയിരുന്നു. നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുളിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു ടീഷർട്ട് ഞാൻ നാശമാക്കി കളഞ്ഞായിരുന്നു. ഹസ്ബൻഡ് പുറത്തു പോയിട്ട് വന്നപ്പോഴേക്കും ഞാൻ അതെടുത്ത് പുറത്തു പോയി വന്ന ആള് പോസിറ്റീവ് ആവുന്ന റിസൾട്ട് വന്നു. ഞാൻ അപ്പൊ എന്ത് ചെയ്തു, ഇട്ട ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോയി ബ്ലീച്ചിൽ കൊണ്ടുപോയി മുക്കി വെച്ചു. ആ ടീഷർട്ടിന്റെ അവിടെ പാച്ച് പോലെയായി, അത് ഉപയോഗിക്കാൻ പറ്റാതായി. അപ്പൊ ഇപ്പോഴും ആളതിരുന്ന് പറയും ആ ഒരു കോവിഡ് സമയത്ത് ഞാൻ ചെയ്തൊരു പണി. അപ്പൊ അങ്ങനെ നമ്മൾ അത്ര ഭയങ്കര പ്രിക്കോഷൻസും പ്രിവെൻഷൻസും എടുത്തു. എന്റെ വീട്ടില് ഹസ്ബൻഡിന് 3 പ്രാവശ്യം വന്നു. ഹസ്ബൻഡിന് ആദ്യം വന്നപ്പം ഞാനും എന്റെ 2 മക്കളും, മോളും മോനും വന്നില്ല, ഇൻഫെക്റ്റഡ് ആയില്ല. രണ്ടാമത് ഹസ്ബൻഡിന് വന്നപ്പോ മോൾക്കായി. അത് കഴിഞ്ഞ് അവർക്ക് 2 പേർക്കും മാറിക്കഴിഞ്ഞപ്പം മോന് വന്നു. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാനായിരുന്നു. മോൻ എന്നെ കെട്ടിപ്പിടിച്ചായിരുന്നു കിടന്നിരുന്നത്. അപ്പോഴൊന്നും എനിക്ക് വന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ആൾക്കാർ പുറത്തിറങ്ങാൻ തുടങ്ങിയല്ലോ. പുറത്തിറങ്ങാനായിട്ട് തുടങ്ങിയപ്പോ എനിക്ക് ഇച്ചിരി അഹങ്കാരം കൂടി. ഞാൻ ഇന്റർവെൻഷൻ ചെയ്യുന്ന സ്കൂളിൽ പോയി തുടങ്ങി. അപ്പൊ അവരെയും കൊണ്ട് ഒരു ക്യാമ്പിന് പോവാന്നൊക്കെ പറഞ്ഞ് കാലടിയിലെ ഒരു സ്ഥലത്ത് ഒരു ജസ്റ്റിസ് ഫാദേഴ്സിന്റെ ഒരു ആശ്രമം പോലെ ഉണ്ട്. അവിടെ ഞങ്ങൾ 3 ദിവസത്തെ ക്യാമ്പൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയായി, എല്ലാം പറഞ്ഞ് തലേ ദിവസം കുട്ടികളുടെ അടുത്ത് ചെന്ന് എല്ലാം പറഞ്ഞ് സെറ്റായി വീട്ടിൽ വന്ന് രാത്രി ആയപ്പോഴേക്കും എനിക്ക് പനിക്കാൻ തുടങ്ങി. എല്ലാവർക്കും കോവിഡ് വന്നു പോയി, എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ ലാസ്റ്റ് എനിക്ക് കിട്ടി. അത് ഭയങ്കര കിട്ടലായിരുന്നു. അന്ന് വരെ ഇല്ലാത്ത പല ഇമോഷൻസ് ആയിരുന്നു മനസ്സിന് വന്നത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നത് ദേഷ്യമായിരുന്നു. വളരെ സബ്മിസീവ് ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന എനിക്ക് ഇത്രയും ദേഷ്യം ഉണ്ടോന്ന് എനിക്ക് എന്നെ മനസ്സിലാവണില്ലായിരുന്നു. ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. അപ്പൊ അവർ കോവിഡ് എന്നുള്ളൊരു അസുഖം ഉണ്ടാക്കി. അത് ശരിക്കും സംഭവിച്ചത് വേറെ ഒന്നുമില്ല. അവരെ 3 പേർക്കും വന്നപ്പോ ഞാൻ നല്ല രീതിയിൽ വളരെ സ്മാർട്ടായിട്ട് ടേക്ക് കെയർ ചെയ്തു. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി. പക്ഷെ എനിക്ക് വന്നപ്പം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ആ ഒരു കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ തന്നെ കിച്ചണിൽ കയറി കുക്ക് ചെയ്യേണ്ട വന്നു. ഞാൻ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോഴേക്കുമാണ് എന്റെ ഈ ദേഷ്യം ഹൈലൈറ്റ് ആയത്. ഞാൻ ഹസ്ബൻഡിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞു. എനിക്കിപ്പോ അത് ഓർക്കുമ്പോ ചിരി വരും. ഇറങ്ങി പോകും വീട്ടിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഭയങ്കര നമ്മൾ എന്താ പറയണേ, എന്താ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകാൻ പറ്റാത്ത ഒരു അവസ്ഥ. എന്റെ മെന്റൽ ഹെൽത്ത് വളരെ ലോ ആയ, വളരെ വളരെ വൃത്തികെട്ട ദിവസങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ പറയാം. അത് കഴിഞ്ഞപ്പോ ഞങ്ങളത് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അവർക്ക് പിന്നെ അറിയാവുന്നതുകൊണ്ട് ഇവര് എന്തെങ്കിലും കേട്ടോണ്ടിരുന്നു. ഇറങ്ങി പോകും വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു ആളോട്. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഭക്ഷണത്തിനൊന്നും ടേസ്റ്റ് ഉണ്ടായില്ല. ഭയങ്കര ബോഡി പെയിനും
കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥ ഭയങ്കര സിവിയർ ആയിരുന്നു. അവർക്ക് വളരെ ചെറുതായിട്ട് മൈൽഡായിട്ട് വന്നു പോയുള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയത് നല്ലപോലെ തന്നെ കിട്ടി. എന്തോ ചുമ ഉണ്ടായില്ല, ചുമ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പ്രശ്നങ്ങളായിരുന്നു, ഇമോഷണൽ ഇഷ്യൂസ് ഭയങ്കര കൂടുതലായിരുന്നു എനിക്ക്. അത് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ആ സമയത്ത് നടന്നത്. എന്റെ ചേച്ചി നേഴ്സാണ്. ആ സമയത്ത് പലപ്പോഴും ചേച്ചിയെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിരുന്ന ഒരു വേഷം മറ്റേ PPE ഇതില്ലേ, അവരെ ഫുൾ ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE കിറ്റ് എന്നൊക്കെ പറയില്ലേ, യൂണിവേഴ്സൽ പ്രിക്കോഷൻസും. അപ്പൊ അതും കൂടെ ഞാൻ ഫസ്റ്റ് എയ്ഡിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നു. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് യൂണിവേഴ്സൽ പ്രിക്കോഷൻസ്. ആക്ച്വലി നമ്മൾ കോവിഡ് സമയത്താണ് ഇവർ ഈ PPE കിറ്റ്, ഈ ഫുൾ ആ ഒരു സംഭവത്തിനകത്ത് ഇവരുടെ കണ്ണ് തന്നെ ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല, ആ ഒരു രീതിയിൽ അവർ ഫുൾ ഇങ്ങനെ കയറിയിരിക്കുന്നത്. ഇത് കോവിഡ് സമയത്ത് മാത്രമല്ല ശരിക്കും ആളുകൾ യൂസ് ചെയ്യുന്നത്. HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ ഡീൽ ചെയ്യുമ്പോഴും അവരങ്ങനെ തന്നെയാണെന്നാണ്, അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. നിപ്പയുടെ സമയത്തും ഉണ്ടായിരുന്നു മിസ്സേ, എന്തോ നിപ്പ വൈറസിന്റെ ടൈമിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ നാട്ടിലേക്കൊന്നും അധികം വരാത്തത് കൊണ്ട് ഞങ്ങളതൊക്കെ ഇങ്ങനെ കേട്ട് ന്യൂസൊക്കെ കേട്ടിരിക്കില്ലല്ലേ ഉള്ളൂ. കോഴിക്കോട് ആ ഭാഗത്തല്ലേ നിപ്പ ഇതായിട്ട് വന്നത്. കോവിഡും സ്റ്റാർട്ട് ചെയ്തത് അവിടെയായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഈ PPE കിറ്റിനകത്ത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്കറിയാം. ഡിസ്പോസിബിൾ ഗ്ലൗസ്, പിന്നെ അവരുടെ ഗൗൺ, പിന്നെ ആ ഒരു ലാബ് കോട്ട്, ഫേസ് ഷീൽഡ്, ഐ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ മാസ്ക് അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഫേഷ്യൽ ബാരിയർ ഇങ്ങനെ വെക്കുന്ന ഒരു രീതിയിൽ, ഒരു ഹെൽമെറ്റിന്റെ ഒരു സംഭവം പോലെ ഗ്ലാസ് പോലെ വരുന്ന ആ രീതിയിലുള്ള ഫേഷ്യൽ ബാരിയേഴ്സ്, അങ്ങനെ എല്ലാം ഉണ്ടാവും. യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വരുന്നത്. ഇത് പലപ്പോഴും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ബോഡി, ഡെഡ് ബോഡി ആണെങ്കിൽ കൂടിയും ആ ഒരു വിക്ടിംസിന്റെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ് ഇതുമായിട്ടൊക്കെ നമുക്ക് കോണ്ടാക്ട്, മീൻസ് നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത് വരുവാണെങ്കിലാണ് ആ ശരിക്കും ബാരിയേഴ്സ് തന്നെയാണല്ലോ ഹെൽത്ത് ഇതിൽ വർക്ക് ചെയ്യുന്നവര്, അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരുന്നു, ആരെങ്കിലും ആ ഒരു കോവിഡ് ടൈമിൽ മരിച്ചു കഴിഞ്ഞാൽ അവരെ മറവ് ചെയ്യാനായിട്ട് ക്രിമേഷൻ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ എടുത്തിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, PFA അല്ലെ. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ PFA കുറിച്ച്? ഇല്ല മിസ്, കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടത്. ഫസ്റ്റ് എയ്ഡ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ചെറുപ്പം തുടങ്ങിയേ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കേട്ടിട്ടുണ്ട്. ബസ്സിൽ കയറുമ്പോൾ FA അങ്ങനെ പറഞ്ഞ ബോക്സ് നമ്മൾ പേര് കണ്ടിട്ടുണ്ട് അല്ലെ. വീട്ടിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാറുമുണ്ട് ഫസ്റ്റ് എയ്ഡിനകത്ത്. കുട്ടികളുള്ളതാണ്, പ്രായമായവരുള്ളതാണ്. അപ്പൊ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്നൊരു എമർജൻസി വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് എടുത്തപ്പം ടീച്ചർ പറഞ്ഞിട്ടുണ്ടാകും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട വ്യക്തി എങ്ങനെയായിരിക്കണം. വളരെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും? ഇല്ല മാം. അവരെ ഒന്ന് ശാന്തരാക്കാൻ നോക്കണം, മൈൻഡ് ഒന്ന് സെറ്റ് ആക്കാൻ നോക്കണം. അത് പിന്നെ അതുപോലെ തന്നെ അവരുടെ മുറിവ് കാണുമ്പോഴേ ബോധം കിട്ടു പോകുന്ന ആൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും. നമുക്ക് ആ ഒരു കൺട്രോൾ വരണം അല്ലേ, ആ ഒരു കൺട്രോൾ വരണം. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്കും അതുപോലെ തന്നെ എംപത്തറ്റിക് ആയിരിക്കണം, കാം ആയിരിക്കണം, പേഷ്യന്റ് ആയിരിക്കണം, പിന്നെ നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. നമുക്കറിയാം ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മുറിവ്, നമ്മൾ എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, ഒരു മുറിവ് കത്തി കൊണ്ട് കൈ മുറിഞ്ഞു, നമ്മൾ ആ മുറിവ് ഹീൽ ചെയ്യാനുള്ള മരുന്ന് നമ്മൾ വെക്കും. ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് നമ്മളെ ടെൻഷൻ അടുപ്പിക്കുന്ന വേറൊരു കാര്യം ആ പാടാ, നമ്മുടെ സൗന്ദര്യത്തിന് ഏൽക്കുന്ന ഒരു മങ്ങൽ, ഒരു പാട്. ആ പാട് മാറ്റാൻ എന്തൊക്കെ പ്രയോഗങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഗവേഷണം. അങ്ങനെ പാട് മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ആ പാട് മാറ്റി നമ്മൾ കൈ നല്ല ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളത്, കൈയോ കാലോ വട്ടവർ ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ലക്ഷ്യം. മനസ്സിനേൽക്കുന്ന മുറിവാണെങ്കിലോ മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തകളില് മാറ്റി ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. മനസ്സിൽ നിൽക്കുന്ന മുറിവ് നമ്മൾക്കും നമ്മുടെ സ്വയം
സെൽഫ് ഹീലിംഗും നമുക്ക് പറ്റണം, മറ്റുള്ളവരെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റണം, അല്ലെ? ശരീരത്തിലെ മുറിവിനേക്കാൾ ചിലപ്പോ അതിന് സമയമെടുക്കാം, ചിലപ്പോ നിമിഷങ്ങൾക്കുള്ളിൽ മാറുമായിരിക്കും. മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ ഇമോഷണൽ കണക്ഷൻസ് എന്നൊരു സംഭവമുണ്ട്. ഇന്നലെ ഒരു മൂവി കണ്ടപ്പോ കേട്ട ഒരു സംഭവമാണ് കേട്ടോ. പൊതുവെ റിലേഷൻഷിപ്പിൽ വരുന്നവർക്ക്, കുട്ടികള്, പ്രത്യേകിച്ചും അഡോളസൻ ഗ്രൂപ്പ്, കൗമാരക്കാര്, യൂത്ത് എന്നാർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ ആ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, ഓപ്പോസിറ്റ് സെക്സ് എന്ന് തന്നെ വിചാരിക്കണം, നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്തുമായിട്ട് നമ്മൾ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മൾ ഒന്ന് വേർപിരിഞ്ഞു, വഴക്കിട്ടു, പിന്നെ അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് പിരിഞ്ഞു. അങ്ങനെ വന്നു. അങ്ങനെ വരുമ്പോ ഭയങ്കര മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അല്ലെ, ഭയങ്കര ഒരു വിഷമായിരിക്കും. നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പെയിനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇതിനെ ഒന്ന് ഹീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ്. അപ്പൊ ഇന്നലത്തെ കണ്ടൊരു മൂവിയിലെ ഒരു ബ്രേക്കപ്പ്, അതായത് ആണും പെണ്ണുട്ടോ ബ്രേക്കപ്പ് നടന്നു. ആണാണ് ബ്രേക്കപ്പ് വേണ്ടാന്ന് വെച്ചത്, പെൺകുട്ടിക്കാണെങ്കിൽ ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ലവ് ആണ്. ബ്രേക്കപ്പ് ആവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അയാൾക്ക് കമ്മിറ്റ്മെന്റിനോട് താല്പര്യമില്ല. പിന്നെ അത് പൊട്ടനാദ്യം പറയാനില്ലേ, കമ്മിറ്റ്മെന്റ് താല്പര്യമില്ലെങ്കിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ്. പക്ഷെ പെൺകുട്ടി ഭയങ്കര സീരിയസ് ആയിട്ട് അതിനെ എടുത്തു, അതിനെ സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു ബ്രേക്കപ്പ്. അതിങ്ങനെ സ്വയം ഇങ്ങനെ പറയുവാണ്, കുറെ കരഞ്ഞിട്ടിങ്ങനെ പറയുവാണ്. ശരിക്കും ദേഷ്യം തോന്നി അവനോട് എനിക്ക്. പക്ഷെ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിപ്പെടും, സിൻസിയർ ആയിട്ട് ഞാൻ ഇഷ്ടപ്പെടും. അതായത് വേർപിരിഞ്ഞ് കഴിഞ്ഞിട്ടും സ്നേഹിക്കുന്ന ഒരവസ്ഥ, അത് ഭയങ്കര ഒരു അവസ്ഥയായിരിക്കും അല്ലെ, ഭയങ്കര ഒരു പെയിൻ ആയിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇങ്ങനെ എന്താ അനുഭവം ഉണ്ടെന്ന്. അനുഭവം ഉണ്ടായിട്ട് പറയല്ല, ലൈക്ക് ഇങ്ങനെ നമ്മൾ പലരുടെയും കണ്ടതിന്റെ ഇതിൽ പറയുന്നതാണ്. അനുഭവം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെ കാര്യമായിട്ടുള്ള റിലേഷൻഷിപ്സ് ഒന്നും ഉണ്ടായില്ല. കാരണം മാരേജ് ചെയ്തത് സീനിയർ ആയിട്ട് പഠിച്ച ആൾ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഭയങ്കര ഒരു മരഞ്ചുറ്റി പ്രേമോ അങ്ങനത്തെ അതൊന്നും മനസ്സിലേക്കൊന്നും വന്നിട്ടൊന്നും ഇല്ലായിരുന്നു. ബട്ട് ആരൊക്കെയോ ഇങ്ങനെ വന്നിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ അവർക്കതൊരു ഭയങ്കര ഫീലിങ്സ് ആയി പോയത് പിന്നെ എനിക്ക് മനസ്സിലായപ്പോ എനിക്കതൊരു ഭയങ്കര വിഷമമായി പോയി. കാരണം നമ്മൾ മൈൻഡ് ചെയ്യാത്തത് അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ബട്ട് അവർ സ്റ്റിൽ അവർ ഇപ്പോഴും ആ ഒരു ഫീല് അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യും കേട്ടോ. നമുക്കത് ഭയങ്കര ഒരു തലവേദനയായിരിക്കും. വെറുതെ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടൊക്കെ ആയി പോകും തലയിൽ. കസിൻസ് ഉണ്ട്, അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അതൊരു ഫീലിങ് എനിക്ക് അനുഭവിക്കാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ. അപ്പൊ അവരിങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ട് കൊണ്ട് നടക്കുന്നതായിരിക്കാം. അവർക്ക് കിട്ടില്ല എന്ന് വരുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു സങ്കടം. ഭാഗ്യത്തിന് സങ്കടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, ഈ വിരോധം ഉണ്ടായിട്ടില്ല. വിരോധം വരുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. ആസിഡ് അറ്റാക്കും കത്തിക്കുത്തും പെട്രോൾ ഒഴിച്ച് അപ്പൊ അങ്ങനെ ഇവര് ചിന്തിക്കുന്ന യെസ് എവിടെയായാലും ആള് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ഇന്നലത്തെ കണ്ട മൂവിയിൽ ആ ഒരു ക്യാരക്ടർ അതുകൂടെ തന്നെ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി, അവൻ എന്നെ വേണ്ട, കമ്മിറ്റ്മെന്റിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു ദേഷ്യം തോന്നി. പക്ഷെ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവന് വേണ്ടിയിട്ട് അവനൊരു ബെറ്റർ ലൈഫ്, നല്ലൊരു ജീവിതം ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് ചെയ്തപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോ എനിക്ക് സമാധാനമായി എന്ന് ആ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. അവരുടെ ഒരു സെൽഫ് ഹീൽ അതായിരുന്നു. അയാള് വേണ്ടാന്ന് വെച്ചിട്ട് പോയെങ്കിലും അയാൾക്ക് വേണ്ടിയിട്ട് നല്ലത് മനസ്സിൽ വിചാരിച്ചപ്പോ അതൊരു സെൽഫ് ഹീൽ ആയിരുന്നു. അതേസമയം അവൻ അങ്ങനെ പറ്റണം ഇങ്ങനെ പറ്റണം അങ്ങനെ ഭയങ്കര നെഗറ്റീവായി ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ലായിരുന്നു എന്ന് അവര് തിരിച്ചറിയുക. അപ്പൊ ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സെൽഫ് ഹീൽ. നമ്മള് ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അത് തന്നെയാണ്. സോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്റെ കസിൻ അതുപോലെ തന്നെ എന്റെ കൂടെ വർക്ക് ചെയ്തത്, ഇപ്പോഴും അവര് വൺസ് ഇൻ എ വൈലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു, നീ ഹാപ്പിയാണോ, നീ സന്തോഷമായിട്ടിരിക്കുന്നു, അങ്ങനെ ചോദിക്കുന്നു. അവര് ആഗ്രഹിക്കുന്ന അതാണ്. ഇറ്റ്സ് ലൈക്ക് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ എനിക്ക് അത് അങ്ങനെയുള്ള ചോദ്യമാണ് എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്നത്. അവരെന്നെ മൈൻഡ് ചെയ്യാതിരുന്നെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ചോദിക്കുമ്പം ഈ സ്റ്റിൽ അവർക്ക് ആ ഒരു കൺസേൺ ഉണ്ട്. അവര് നമ്മളുടെ ജീവിതം നന്നാവണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ അതൊരു അങ്ങനെ ചിന്തിക്കുമ്പോൾ ദേ ആർ വെരി ലൈക്ക് അവർ ഭയങ്കരമായിട്ട് സമാധാനിക്കുന്നുണ്ടാവും. അവർക്ക് അങ്ങനെ ചോദിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഓക്കെ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് സമാധാനം. പക്ഷെ ആ ചോദ്യം എന്നെ ഇങ്ങനെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എനിക്കത് കിട്ടണം എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ അതിന് സമാധാനിക്കും. ഓക്കെ,
കാരണം നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അതാണ് ഒരു നമുക്ക് ആവശ്യമുള്ള ആളുകളെ സൈക്കോളജിക്കലി നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അത് എങ്ങനെയുള്ള ആളുകളുമാകാം, പ്രായമായവരാകാം, കുട്ടികളാകാം, ചിലപ്പോ മുതിർന്ന ആളുകളായിരിക്കാം, ചിലപ്പോ ഒരു ഫാമിലിയെ തന്നെ ആയിരിക്കും. നമ്മളുടെ വീടിനടുത്ത് നമ്മുടെ നൈബർ, നമ്മൾ ഭയങ്കര ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ആരെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി നമ്മൾ ആ നിമിഷം തുടങ്ങി അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അല്ലെ എല്ലാ കാര്യങ്ങൾക്കും. പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന്. അതിന് പല പല കാരണങ്ങൾ ആൾക്കാർ പറയും, ആ വീട്ടിൽ തീ കത്തിക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ശരിയാണ്, അവിടെ ഒരു ജീവനില്ലാത്ത ഒരു ബോഡിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് നെഗറ്റീവ് എനർജീസ് ഉണ്ടാകും, അവിടെ ഒന്നും കുക്ക് ചെയ്യരുത് എന്നൊക്കെ പറയും. അപ്പോ പക്ഷെ അതിന്റെ പുറകിലുള്ള ഒരു കാര്യം ആ ഒരു കൺസേൺ, ആ ഒരു കെയർ ആണ്. നമ്മൾ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കും. തൊട്ടപ്പുറത്തെ വീട്ടിലായിരിക്കും എല്ലാം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമ്മളത് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ നമ്മൾക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ളവരായിരിക്കാം, ചിലപ്പോൾ ബന്ധുക്കൾ ദൂരെ ആയിരിക്കാം, പക്ഷെ അയൽവക്കത്തുള്ളവരായിരിക്കാം, ഫ്രണ്ട്സ് ഓടി വരും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാവുകയാണെങ്കിൽ ലൈക്ക് എല്ലാരും കൂടെ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് നോക്കും. ഇത് നമ്മള് ഫ്ലഡിന്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത്. ഫ്ലഡിന്റെ സമയത്ത് കുറെ വോളണ്ടിയേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വോളണ്ടിയേഴ്സ് നമുക്ക് ബേസിക് നീഡ്സ് ആയിരുന്നു ഈ ഫ്ലഡ് വിക്ടിംസ്, ആ ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വീട് ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു ക്യാമ്പിലൊക്കെ വന്ന് ചേരേണ്ട വന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും അവരവിടെ സഹിച്ചിട്ടുണ്ടാവും. അവരുടെ വീട്ടില് അവര് സമ്പാദ്യം മുഴുവനും ചിലപ്പോൾ പോയിട്ടുണ്ടാവും, ആ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടാവും. കുട്ടികളൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ ആൾക്കാർ പോയിട്ട് വീടേ അങ്ങനെ ഒലിച്ചു പോയിട്ടുള്ളവരുണ്ടാവായിരിക്കും അല്ലെ. മറ്റേ ഉരുൾപൊട്ടലൊക്കെ നടക്കുമ്പോൾ വീടേ പോയിട്ടുണ്ട്, പുതിയ വീട് വെച്ചു, ആ വീട് അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിൽ കണ്ടിരുന്നു അല്ലെ. ചിലപ്പോ ഫ്ലഡിന്റെ പല ആയിട്ടുള്ളവരും ചിലപ്പോൾ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ പറവൂര് ഒരു മാഷി ഏരിയയാണ്. പറവൂരിന്റെ ബ്ലെസ്സിങ്ങും കേഴ്സിങ്ങും ഒന്ന് തന്നെയാണെന്ന് ആ ഫ്ലഡ് സമയത്താണ് ഞാൻ മനസ്സിലായത്. ഒത്തിരി വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലമാണ് പറവൂർ. പെരിയാറിന്റെയും ചാലക്കുടി പുഴയുടെ എല്ലാം കൈവഴികളും എല്ലാം പറവൂരിലെ കുറെ ഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത്. പറവൂരിന്റെ ഒരു ആകെയുള്ള ലാൻഡിന്റെ ഒരു 3% മാത്രമാണ് ഫ്ലഡിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ട് പറ്റും. ഞാനൊക്കെ താമസിക്കുന്നതിന്റെ ഒരു 5-6 വീട് ബാക്ക് വരെയും വെള്ളം കയറിയിരുന്നു. ഒരു നൈറ്റും കൂടെ വെള്ളം കയറിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ താമസിച്ച അങ്ങോട്ടും വെള്ളം കയറുമായിരുന്നു. പെരുവാരം അമ്പലത്തിന്റെ വടക്കേ നടയിലാണ് ഞാൻ താമസിച്ചത്. പെരുവാരം അമ്പലത്തിന്റെ ആ ഒരു ഭാഗത്തൊക്കെ വെള്ളം വന്ന് കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഏരിയയില്. അങ്ങനെ ക്യാമ്പ് തൊട്ടടുത്തായിരുന്നു. അവിടെ അടുത്തൊരു സ്കൂളുണ്ട്, പുല്ലങ്കുളം സ്കൂൾ. ഇങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് ഞാൻ ഈ പുല്ലങ്കുളം സ്കൂളിലെ ക്യാമ്പിൽ പോകുമായിരുന്നു അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, കുക്ക് ചെയ്യുന്നതിനും ഭക്ഷണം സെർവ് ചെയ്യുന്നതിനും, പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം പല പല സോഷ്യൽ ലെവൽസിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി. ഏറ്റവും വലിയ ക്യാമ്പ് പറവൂരിലെ പെരുവാരം പുല്ലങ്കുളം സ്കൂളായിരുന്നു. അപ്പൊ പല പല സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ആൾക്കാരെല്ലാരും കൂടെ അവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവരുടെ നീഡ്സ് പലതാണ്. പലർക്കും പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതെങ്ങനെ റിട്രീവ് ചെയ്തെടുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല. ആ ഒരു സമയത്ത് കുറെ വോളണ്ടിയേഴ്സ് ഫ്രം ഗവൺമെന്റ് സൈഡും ഹെൽത്ത് സൈഡിൽ നിന്നൊക്കെ വോളണ്ടിയേഴ്സ് വന്നു. ഇവരാരും പ്രൊഫഷണലി സ്കിൽഡ് ഒന്നും ആയിരുന്നില്ല, പക്ഷെ അവർക്ക് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് ആ വോളണ്ടിയേഴ്സ് ഒന്ന് മെന്റലി സപ്പോർട്ട് ചെയ്തിരുന്നത് ഇവരെ. അതാണ് ശരിക്കും അവര് കൊടുത്തത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ്. ഓക്കെ, അപ്പോ അതാണ് നമ്മൾ നീഡി പീപ്പിൾ. ഇപ്പൊ ഇതിനൊരു 7 തീംസ് ഉണ്ട് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്. ആളുകളുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചുമ്മാ അവരുടെ അടുത്ത് പോയി വന്നിരുന്ന് കേട്ട് അവരുടെ ഒപ്പം കരയുക എന്നുള്ളതല്ല സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ വരുന്നത്. നമ്മൾ പ്രാക്ടിക്കലി അവർക്കുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. അവർക്ക് ചുമ്മാ അവരുടെ വന്നിരുന്ന സമയം കളയുക എന്നുള്ളതല്ല, പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. അസസ് ചെയ്യുക അവരുടെ നീഡ്സും കൺസേൺസും, എന്തെല്ലാമാണ് അവരുടെ ആവശ്യങ്ങൾ, അവരെന്തൊക്കെയാണ് അവരുടെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് അസസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക. അതാണ് സെക്കൻഡ് തീമായിട്ട് വരുന്നത് PFA. എനിവേ ഏതൊരു മനുഷ്യനാണെങ്കിലും ബേസിക് നീഡ്സ് ഉണ്ടാവും.
എക്സാമ്പിൾ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ. മാം ഇത് PDF-ലുണ്ടോ? യെസ്. ഞങ്ങൾ എഴുതിയെടുക്കണ്ടല്ലോ? വേണ്ട വേണ്ട, അത് PDF. ഞാൻ അതില് വേണ്ടുന്ന പോയിന്റ്സ് മാത്രം പറയുന്നു. നിങ്ങൾ ഞാൻ പേജ് നമ്പർ പറയണോ? പേജ് നമ്പർ 3. ഒരു പിക്ചർ ഇല്ലേ, ഒരു ഫ്ലോ ഡയഗ്രാം പോലെ PFA നടുക്കൊരു വട്ടം, അതിന് ചുറ്റും 7 തീംസ്. അതാ ഞാനിപ്പോ പറയുന്നേ. കണ്ടോ? യെസ് മിസ്, കണ്ടു. പ്രശ്നം ഓക്കെ, കിട്ടിയോ? അത് നിങ്ങൾക്ക് സമയമുള്ളപ്പോ മുഴുവൻ വായിച്ചു നോക്കാം. ഞാനത് മുഴുവനൊന്നും പറയണമെന്നില്ല. ഏതൊരു ഡിഗ്രി കോഴ്സ് അവരുടെ ഒരു ചാപ്റ്റർ എന്ന് വേണത്. നിങ്ങൾക്കുള്ള PDF-ല് നല്ല കളർഫുൾ ആയിട്ട് മഞ്ഞയും പർപ്പിളും പച്ചയും ബ്രൗണും ഒക്കെ ആയിട്ട് നീലയൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് ആണ്. സെക്കൻഡ് വൺ അനലൈസ് ചെയ്യുക, അവരുടെ നീഡ്സും കൺസേൺസും എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. അവർക്ക് ബേസിക് നീഡ്സ് ആദ്യം പ്രൊവൈഡ് ചെയ്യുക. ജീവൻ പിടിച്ചു നിൽക്കണമല്ലോ, ഫുഡ്, വാട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻഫർമേഷൻസ്, എന്തിനെങ്കിലും കുറിച്ചുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോ വീട്ടിലെ ഡോക്യുമെന്റ്സ് മുഴുവൻ പോയി, ഞങ്ങൾ അതിന് എന്ത് ചെയ്യണം, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തിലേക്കൊക്കെ അവരെ കണക്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് അതിനകത്ത് ലിസണിനെ കാണുന്നുള്ളൂ, പക്ഷെ ആക്റ്റീവ് ലിസൺ നിങ്ങളൊന്ന് എഴുതി വെക്കുക. ലിസൺ ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഒരിക്കലും പ്രഷർ ചെയ്ത് സംസാരിപ്പിക്കുക. അവരെ കേൾക്കുക, ആക്റ്റീവ് ലിസൺ, ഹൃദയം കൊണ്ട് കേൾക്കുക എന്നുള്ളതാണ് മെയിൻ. അവരെ കംഫേർട്ട് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക കാമായിട്ട്. ചിലർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകും, ചിലപ്പോൾ ആരെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ അവരെ കംഫേർട്ട് ചെയ്യുക, കാമാക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അവർക്ക് വേണ്ടുന്ന സർവീസസ്, സോഷ്യൽ സപ്പോർട്ട്. ചില ഓർഗനൈസേഷൻസ് ഒക്കെ ഇങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുമായിട്ട് അവരെ കണക്ട് ചെയ്യുക. ഇൻഫർമേഷൻസും അതുപോലെ തന്നെ സർവീസസും സോഷ്യൽ സപ്പോർട്ടൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. കൂടുതൽ ഹാം ആകുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ അപ്പ്. അതാണ് നമ്മളിപ്പോ ഒരു ദിവസം പോയി അവരെ കണ്ടു, അവരോട് സംസാരിച്ചു, അതോടുകൂടി നിർത്തരുത്. നമ്മളത് ഫോളോ അപ്പ് ചെയ്യുക. അവർക്ക് ഒരു ഫീൽ, സംബഡി ഈസ് ദെയർ എന്നുള്ള ആ ഒരു ഫീൽ അവർക്ക് ഉണ്ടാവും. 7 teams ആണ് PFA-യുടെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിലെ നീഡി ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്. അത് പലപ്പോഴും കുട്ടികളാകാം, അഡൽട്സ് ആകാം, പ്രായമുള്ളവരാകാം, ചിലപ്പോൾ ഒരു ഫാമിലി മുഴുവനാകാം, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം. ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ചിലപ്പോൾ ഒരു ഡിസാസ്റ്റർ ആകാം, ടെററിസ്റ്റ് അറ്റാക്ക് ആകാം, അല്ലെങ്കിൽ വലിയൊരു ആക്സിഡന്റ് ആയിരിക്കാം. അതുപോലെ തന്നെ ഫ്ലഡ്, സോയിൽ എറോഷൻ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള പ്രോബ്ലങ്ങളായിരിക്കാം. പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് അവരുടെ നീഡ്സും കൺസേണും അസസ് ചെയ്യുക, അനലൈസ് ചെയ്യുക. എന്നിട്ട് അവർക്ക് ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുക. അവരെ കേൾക്കുക, ആക്റ്റീവ് ലിസണിങ്, ഹൃദയം കൊണ്ട് കേൾക്കുക. ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അവരെ കംഫേർട്ട് ചെയ്യിക്കുക, അവരെ നല്ലപോലെ കാമാക്കുക. അവരെ ഇൻഫർമേഷൻസും അവർക്ക് വേണ്ടുന്ന സർവീസസ്, സപ്പോർട്ട് കിട്ടുന്ന ഏജൻസീസുമായിട്ടും ഓർഗനൈസേഷനുമായിട്ടും അവരെ കണക്ട് ചെയ്യിക്കുക. അവരെ കൂടുതൽ പ്രോബ്ലത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഇതാണ് PFA-യുടെ 7 teams. ഇനി സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് അല്ല, കൗൺസിലിംഗ് അല്ല. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത് എഴുതി വെക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കൂടുതലായിട്ടൊന്നും കണ്ടെത്തുമല്ല. പിന്നെ ഇതൊരു പ്രൊഫഷണൽ ജോബ് അല്ല. നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു സർവീസ് മാത്രമാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അവരെ ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ ലോങ് ടേം റിക്കവറിക്ക് എന്തെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്, അതും നിങ്ങൾക്ക് ഒരു പിക്ചർ പോലെ താഴെ കാണാനായിട്ട് പറ്റും. റിക്കവറി എന്ന് സെന്ററിൽ എഴുതിയിട്ട് 3
എണ്ണമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ലോങ് ടേം റിക്കവറിക്ക് അതായത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞു ശരീരത്തിലൊരു മുറിവ് ഉണങ്ങി പിന്നെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ മനസ്സിനുണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിലപ്പോ കുറേ സമയമെടുക്കാം. ലോങ് ടേമിലായിരിക്കും അത് ചിലപ്പോ ക്യൂർ ആകുന്നത്. അപ്പൊ ലോങ് ടേം റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് അതെന്താന്നുള്ളത്, അവരെ സേഫ് കാമാക്കുക, അതുപോലെ തന്നെ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് അവർക്ക് വേണ്ടുന്ന നീഡി ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആക്കി വെക്കുക. പിന്നെ പലപ്പോഴും അവനവന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം, വളരെയധികം പൊട്ടൻഷ്യലും കാലിബറും ഉള്ള ആളായിരിക്കാം. ഈ ഒരു പ്രശ്നം വന്ന് മാനസികമായി തളർന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പൊ അവരെ കേപ്പബിൾ ആക്കി എടുക്കുക, അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാനുള്ള രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. യെസ് യു ക്യാൻ ഡു ദിസ് എന്ന് പറഞ്ഞ് അവരെ അതിന് കേപ്പബിൾ ആക്കിയെടുക്കുക. പിന്നെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട്, അതിലേക്കുള്ള ആക്സസ്, അതിനൊക്കെ അവരെ കണക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് എനിക്കിനി എവിടെ നിന്നും ഒന്നും കിട്ടാനില്ല, ആരും എന്നെ സഹായിക്കാനില്ല, അങ്ങനത്തെ ഫീല് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവര് ഡൗൺ ആവുകയുള്ളൂ. സമയം ആളുകളുമായിട്ട് കണക്ട് ആക്കി വെക്കുക, അവർ സേഫ് ആണ്, സെക്യൂർ ആണെന്ന് അവരെ ഉറപ്പുവരുത്തുക, അവരുടെ പൊട്ടൻഷ്യൽ അവർക്ക് തിരിച്ചറിഞ്ഞ് അവർക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. പിന്നെ സപ്പോർട്ടുമായിട്ട് എപ്പോഴും അവരെ കണക്ട് ചെയ്യിക്കുക. ഇനി എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സപ്പോർട്ടും സ്പെഷ്യൽ അറ്റൻഷനും വേണ്ടത്? പീപ്പിൾ ഹൂ നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കാണാം താഴെ. ഒരു യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലൈറ്റ് യെല്ലോ കളറിൽ. ഓക്കെ, ആർക്കൊക്കെയാണ് ഇത് വേണ്ടതെന്ന് നമുക്ക് പാലിയേറ്റീവ് കെയറിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ നിങ്ങള്? അത് കിടത്തുന്ന പാലിയേറ്റീവ് കെയറുകളുണ്ട് ചില സ്ഥലങ്ങളിൽ അല്ലേ, അവിടെ നമുക്ക് അഡ്മിഷൻ പോലെ എടുക്കാം. അങ്ങനെ അല്ലാതെ നമ്മുടെ വീടുകളിൽ വന്നു പോകുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുണ്ട്. നമ്മുടെ വീട്ടില് ഏതെങ്കിലും അസുഖമായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വന്ന് നോക്കി അവരെയൊക്കെ നോക്കി പ്രഷറും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു നഴ്സും ഉണ്ടാവും കൂടെ അവരുടെ കൂടെ. അങ്ങനെ വീടുകളിൽ വന്നു പോകുന്ന പാലിയേറ്റീവ് കെയർ. അല്ലാതെ നമുക്ക് കിടക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് അല്ല, ചിലപ്പോ ലൈഫ് ത്രെട്ടനിങ് ഡിസീസ്, ക്യാൻസർ പേഷ്യൻസ് ഒക്കെ അവര് കീമോ ഒക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും. അവർ ചിലപ്പോ പാലിയേറ്റീവ് കെയറിൽ പോയിട്ട് കുറച്ച് ദിവസം വീട്ടിൽ വരുന്നതിനേക്കാൾ അവരടക്കും. പിന്നെ ഇപ്പോ ലൈഫ് ഓൾമോസ്റ്റ് എൻഡ് ആകാറായി, സമാധാനമായിട്ട് അന്തരീക്ഷം എന്നുള്ള രീതിയിൽ ചിലർ വീട് തന്നെ ഓപ്റ്റ് ചെയ്യും, ചിലർ പാലിയേറ്റീവ് കെയറുകളിലേക്ക് പോകാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ആളുകൾക്ക് അത് അവിടെ ശരിക്കും PFA തന്നെയാണ് അവിടെ നടക്കുന്നത്. ഈ പാലിയേറ്റീവ് കെയറുകളിലൊക്കെ അവിടെ വോളണ്ടിയേഴ്സ് ചെല്ലും, ഇതുപോലെ കുറെ വോളണ്ടിയേഴ്സ് ഉണ്ടാവും. ചില സംഘടനയുടെ ഭാഗമായിട്ടുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുണ്ട്, തണൽ, നിലം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസും അങ്ങനെ എമർജൻസി കെയറും വേണ്ടുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു പ്രാവശ്യം പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ കൂടെ വോളണ്ടിയർ ആയിട്ട് പോയിരുന്നു. അപ്പൊ ഞങ്ങള് വിസിറ്റ് ചെയ്തത് മുഴുവനും ഡിമെൻഷ്യ ഉള്ള ആളുകളെ. ഇപ്പൊ ഡിമെൻഷ്യ ഉള്ള ആളുകളെ ശരിക്കും അവർക്കല്ല നമ്മൾ കെയർ കൊടുക്കേണ്ടത്, പിന്നെ ആർക്കായിരിക്കും? അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക്, അവരുടെ വീട്ടുകാർക്കായിരിക്കും. അവരുടെ കെയർ ടേക്കർ, ഇവരാണ് ഏറ്റവും സ്ട്രെസ്സിലൂടെ പോകുന്നത് അല്ലെ? ഡിമെൻഷ്യ ഉള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊന്നും അറിയില്ല, ഒന്നും ഓർമ്മയില്ല, എന്താ പറയുന്നതെന്ന് എന്തോ ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടാവില്ല. അവരെ ടേക്ക് കെയർ ചെയ്യുന്നവരുണ്ടാവും ആ വീട്ടിൽ, ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ പോകുന്നത് ഒരു പക്ഷെ അവരായിരിക്കും. അവർക്കാണ് നമ്മൾ ഈ ഒരു കെയർ കൊടുക്കുന്നത്. പിന്നെ ചില സമയത്ത് ലൈക്ക് ഈ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആ ഒരു ഇതിലേക്ക് പോകുന്ന അമ്മമാരുണ്ടാവും. എല്ലാവരും തന്നെ ആ ഒരു ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ എൻവയോൺമെന്റ് കൊണ്ട് ചിലർക്ക് അതിന്റെ എഫക്റ്റ് അത്ര വന്നിട്ടുണ്ടാവില്ല. അതേസമയം പലരും അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ വരുന്നവര് അവർക്ക് PFA വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. കാരണം അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അവരെ അറിയണില്ല. അത്രയും കാലം ഇങ്ങനെ ജീവിച്ചു, പെട്ടെന്ന് അവരുടെ ബോഡിയിൽ ഒത്തിരി ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നു, അവരുടെ ഉറക്കം ശരിയാവണില്ല, ഭക്ഷണം ശരിയാവുന്നില്ല, കുട്ടിയെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവര്, ലൈഫ് പാർട്ട്ണർ ഉൾപ്പെടെ വീട്ടിലുള്ള മറ്റുള്ളവര് കുറെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇവരങ്ങ് റിലാക്സ്ഡ് ആവും. അങ്ങനെ ഇല്ലാത്ത ഫാമിലിയിലാണ് പല പ്രശ്നങ്ങളും വരുന്നത്. ഞാനൊരു കേസ് ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്. പറവൂർ തന്നെയാണ്. കുട്ടിയുടെ ഹസ്ബൻഡ് ആർമിയിലാണ്.
അപ്പം ഇത് പ്രഗ്നന്റ് ആയി, ഹസ്ബൻഡ് ലീവിന് വന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അത് പ്രഗ്നന്റ് ആയി. ഹസ്ബൻഡ് പിന്നെ കുറെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ കുട്ടി ഡെലിവറി ആകുന്നതിന് മുമ്പ് ഹസ്ബൻഡ് എന്തോ ഒരു ഇതില് മരിച്ചു പോവുകയാണ്. യുദ്ധം അങ്ങനെ എന്തോ സംഭവിച്ച അതിർത്തിയിൽ എന്തോ വെടിവയ്പ്പിലോ അങ്ങനെ എന്തോ ഹസ്ബൻഡ് മരിച്ചു പോകും. ഈ കുട്ടി ഡെലിവറി ആയിട്ടില്ല, ഡെലിവറി ആകാനുള്ള ഡേറ്റ് എടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ ഡെലിവറി ആയി, ഇത് കുഞ്ഞിനെ നോക്കിയേയില്ല, കുളിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, കുട്ടിയെ നോക്കില്ല, ഇങ്ങനെ ഒരു എന്തൊരു നിർജീവമായ ഒരവസ്ഥ. അപ്പൊ ഇങ്ങനെ ഈ ഒരു കാര്യം എന്നോട് ഇങ്ങനെ സോഷ്യൽ വർക്കൊക്കെ ആയിട്ട് പോകുന്നൊരു ചേച്ചിയാട്ടോ എന്നോട് പറഞ്ഞത്. ഞാൻ വീട് എവിടെയാന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു, അതിനെ പോയി കാണാം എന്നൊക്കെ വിചാരിച്ച് വീട് എവിടെയാന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഈ അത് എന്നോട് ഈ വിവരം ഷെയർ ചെയ്ത് പിറ്റേ ദിവസം ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. അപ്പൊ അതിനങ്ങനെ ഒരു ഡിപ്രഷൻ പോലെ ഇത് സംഭവിച്ചു. അപ്പൊ നമ്മൾ എത്താൻ വൈകിയതിന്റെ അത് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയില്ല, എന്നാൽ പോലും അങ്ങനെ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയുമായിരുന്നു. ഹസ്ബൻഡിന്റെ മരണം അതിന് താങ്ങാൻ പറ്റിയില്ല, ഡെലിവറി വന്നു, കുട്ടിയെ നോക്കുന്നില്ല, കുട്ടിയുടെ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല എന്നാ പറയുന്നത്. കുട്ടിക്ക് പാല് പോലും കൊടുക്കാൻ അത് സമ്മതിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആ കുട്ടിയുടെ അമ്മ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച സമയത്ത് അമ്മ അപ്പുറത്തേക്ക് എന്തോ മാറിയ ടൈമിൽ ഈ കുട്ടി ഹാങ് ചെയ്യുകയോ എന്തോ ചെയ്തു. അപ്പൊ അതാണ് നമ്മൾ അറിയണില്ല നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പീപ്പിൾ ഹു ആർ ടു അപ്സെറ്റ് ടു കെയർ ഫോർ ദംസെൽസ് ഓർ ദെയർ ചിൽഡ്രൻ. സ്വന്തം കാര്യം അതായത് ഈ കുട്ടിയുടെ അവസ്ഥ അതാണ്. കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല, സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ റിസ്കിലുള്ളതാ, അവരൊക്കെ ചിലപ്പോൾ ലൈഫ് എൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സെൽഫ് ഹാം, സൂയിസൈഡ് പോരാണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹാം ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ, എന്റെ മുന്നിൽ വന്ന ഒരാള് പേന എടുത്തിട്ട് അല്ലെങ്കിൽ അയാളുടെ തോട്ട് എന്നോട് ഷെയർ ചെയ്ത വിവരം, മാമിനെ ഇപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ഉപദ്രവിക്കുന്ന എനിക്ക് ഉള്ളിൽ ഇങ്ങനെ വരുവാന്ന് പറഞ്ഞിരുന്നോ? ഇല്ല മിസ് പറഞ്ഞിട്ടില്ല. ഇല്ല മിസ് പറഞ്ഞില്ല. എന്റെ അടുത്ത് വന്ന ഒരു കേസായിരുന്നു കേട്ടോ. ഒരാളും 2 ചെറുപ്പക്കാര് വന്നു. അപ്പൊ ഇങ്ങനെ അവര് വന്നു മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോഴേക്കും വന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് മറ്റേയാള് പറയുക. ഞാനപ്പോ അവരോട് രണ്ടുപേരും സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്നാ ഫ്രണ്ട് പുറത്തിരിക്കട്ടെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു വേണ്ട, അവൻ എന്റെ അടുത്ത് ഇരുന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഫ്രണ്ടിനെ ഇങ്ങനെ നോക്കി, അപ്പൊ അയാൾ മെന്നെ ജസ്റ്റ് നോക്കി ഒന്ന് ചെറുതായിട്ട് ചിരിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇയാളുടെ പ്രശ്നങ്ങൾ പറയുക. ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരു 20+ ആ ഒരു 30+, 35 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അയാളെ കല്യാണം കഴിച്ചിട്ടില്ല. അയാളും അമ്മയും കൂടെ മാത്രം ഒരു വീട്ടിൽ താമസിക്കുവാണ്. അയാൾക്ക് ചേട്ടനുണ്ടെന്ന് തോന്നുന്നു. ചേട്ടനുണ്ട്, ചേട്ടൻ പക്ഷെ സെറ്റിൽ ആയിട്ട് അവര് ഗൾഫിലോ മറ്റോ ആണ് ചേട്ടൻ. അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ ഇയാള് നല്ലതുപോലെ വണ്ടി ഓടിക്കാൻ അറിയും, ഡ്രൈവറായിട്ട് ജോലി എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അയാൾക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്നുണ്ട്, പക്ഷെ അയാൾ ജോലിക്ക് പോകില്ല. അതിന്റെ കാര്യങ്ങൾ അയാൾ എന്നോട് പറഞ്ഞു വരികയായിരുന്നു. അയാൾക്കൊരു 20 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടമായി. അയാൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ പെൺകുട്ടി അത്ര സീരിയസ് ആയി കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും, അത് വേറെ കല്യാണം കഴിച്ചു പോയി. അത് അയാൾക്ക് ഭയങ്കര ഒരു ട്രോമയായിപ്പോയി, ഭയങ്കര ഷോക്കായിപ്പോയി. അയാൾക്ക് അത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ പുരുഷന്മാരുടെ മനസ്സ് പെട്ടെന്ന് ഇതാവും എന്ന് പറയുന്നത്. അപ്പൊ അത് അയാൾ ഇങ്ങനെ ഭയങ്കര ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവാതെ അങ്ങനെ ഇയാൾക്ക് ഇങ്ങനെ അയാളങ്ങ് ലോൺലി ആയി. അയാളെ ആ സമയത്ത് മനസ്സിലാക്കാനോ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അയാൾക്ക് ഒരു സൈക്കോട്ടിക് ഡിസോർഡർ ആയിട്ട് അത് മാറുക ചെയ്തേ. അപ്പൊ അയാളുടെ ധാരണ അയാൾ ആരെയെങ്കിലൊക്കെ ഉപദ്രവിക്കും എന്നുള്ളൊരു പേടിയാണ്. ഇങ്ങനെ എന്നോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞപ്പോ അയാളെ മേശപ്പുറത്തിരുന്ന് പേന എടുത്തിട്ട് അയാൾ ഇങ്ങനെ നമ്മുടെ പ്രസ് ചെയ്യുന്ന അതുള്ള ആ ഒരു പേനയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഭയങ്കര സ്പീഡില്. അയാൾ എന്നോട് പറയുകയാണ് ഈ പേന വെച്ചിട്ട് ഞാൻ ചിലപ്പോ മാമിനെ ഉപദ്രവിക്കും, അതിങ്ങനെ എനിക്ക് ആ തോട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫ്രണ്ടിനോട്, അയാൾ കോൺഷ്യസ് ആണ് അതിനെപ്പറ്റി, പോകരുതെന്ന് പറഞ്ഞത്. അഥവാ ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവൻ തടഞ്ഞോളുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവനടുത്തിരുന്നോട്ടെ എന്ന് പറഞ്ഞു. അയാൾ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. അയാൾ പറയുന്ന അയാൾക്ക് യൂബർ ടാക്സി ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അയാളുടെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേറുന്ന ആ യാത്രക്കാരനെ ഞാൻ ഉപദ്രവിക്കുന്നു, അതാണ് അയാളുടെ പേടി.
പിന്നെ അയാൾക്ക് സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെയുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറി അത് ചെയ്യണമെന്നും താല്പര്യമുണ്ട്. പക്ഷെ അയാൾക്കൊരു ഇൻകം വരുമാനം വേണം. പക്ഷെ അതുമായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ആ കസ്റ്റമറെ ഞാൻ ഉപദ്രവിക്കും. ഇതാണ് എന്റെ ടെൻഷൻ. അതിങ്ങനെ അയാള് പറയും. അപ്പൊ അയാൾ ആരെങ്കിലും ഉപദ്രവിക്കുകയോ കൊല്ലുമോ എന്നുള്ള പേടിയാണ് അയാളെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരുതരം സൈക്കോട്ടിക് ഡിസോർഡർ ആണെന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായി അയാൾക്ക് മരുന്ന് കഴിക്കണം, അല്ലാതെ ഇത് മാറില്ല എന്നുള്ളത്. ഞാൻ അയാളോടും അയാളുടെ സുഹൃത്തിനോടുമായിട്ട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റിനെ കാണണം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണണം, കാരണം മെഡിസിൻ കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു അതെനിക്കും മനസ്സിലായി, എനിക്കും. അപ്പൊ അതിനെപ്പറ്റി അയാൾക്ക് ഒരു ബോധമുള്ളത് തന്നെ നല്ലതല്ലേ, കാരണം എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കണം, എനിക്ക് മരുന്ന് കഴിക്കണം എന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പൊ അങ്ങനെ അവർ പോയി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ചിലപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും, മെഡിസിൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കും, അങ്ങനെ ആ ഒരു രീതിയിൽ. പിന്നെ കുട്ടികളും അഡോളസൻസും, കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ കെയർ ഗിവറിൽ നിന്നും സെപ്പറേറ്റഡ് ആക്കപ്പെട്ട കുട്ടികൾ, ചിലപ്പോൾ ബ്രോക്കൺ ഫാമിലീസ് ആയിരിക്കാം, അച്ഛനും അമ്മയും പിരിഞ്ഞ് അങ്ങനെയുള്ള കുട്ടികൾ, അങ്ങനെ വരുന്നവര്, ഇവരെല്ലാം പിന്നെ അതുപോലെ തന്നെ അബ്യൂസ്, എക്സ്പ്ലോയിറ്റേഷൻ അങ്ങനെയൊക്കെ നേരിട്ടിട്ടുള്ള കുട്ടികൾ, പ്രായമായവര്, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരും മെന്റൽ ഡിസബിലിറ്റീസ് ഉള്ളവരും, അത് പ്രായമുള്ളവരാകാം, പ്രഗ്നന്റ് വുമൺ ആകാം, മെന്റൽ ഡിസോർഡർ, കുറച്ചും പറഞ്ഞ മെന്റൽ ഡിസോർഡർ, അങ്ങനെ. പിന്നെ വിഷ്വൽ ഹിയറിംഗ് ഡിഫിക്കൽട്ടീസ് അങ്ങനെ വരുന്നവര്, പെട്ടെന്ന് ഇത് എന്തെങ്കിലും ആക്സിഡന്റിലൂടെ ഈ വിഷ്വൽ കാഴ്ച ഇതൊക്കെ നഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർ ചിലപ്പോ ഡിപ്രഷനിലേക്ക് പോകും, അങ്ങനെയുള്ളവര്. പിന്നെ ഇത് ഡിസ്ക്രിമിനേഷൻ മൂലം എന്തെങ്കിലും വയലൻസ്, ചില ലഹളകളൊക്കെ നടക്കുമ്പോൾ, ചിലപ്പോൾ കമ്മ്യൂണൽ ലഹളയൊക്കെ നടക്കുമ്പോൾ, പണ്ടൊക്കെ നടക്കുമായിരുന്നു അല്ലെ, ഇങ്ങനെ ഒരു വർഗീയ ലഹള എന്നൊക്കെ പറഞ്ഞ പോലെ. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ത്രീകളെയൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, കുട്ടികളെ ഇതാക്കുന്നത്, അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ വരുന്ന അവർക്കൊക്കെ ചിലപ്പോൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഇതുപോലെ വേണ്ടി വരും. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്. എന്റെ വീട്ടിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായത്. വല്യച്ഛന്റെ മരുമകള് ഇതേപോലെ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, മോനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് കൊടുന്നതാണ്. ചെറുപ്പാണ് കേട്ടോ, നല്ല ചെറുപ്പമായിരുന്നു. ഇവള് നന്നായി മെലിഞ്ഞിട്ടായിരുന്നു. അപ്പൊ 2 വർഷം ആയിട്ടുള്ളൂ കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ അവൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. പക്ഷെ അവളിങ്ങനെ പൂച്ചക്കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ബന്ധത്തിലുള്ള ചേട്ടൻ തന്നെ പറഞ്ഞു, നിനക്ക് ഇത് തന്നെയാണ് വിധി എന്ന് പറഞ്ഞു. അത് അവൾക്ക് ഭയങ്കര ഇതായി, ഭയങ്കര ആലോചനയായി. അങ്ങനെ പറഞ്ഞപ്പോ 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവൾ എന്താ ചെയ്തെന്ന് വെച്ചാല് കുന്നിക്കുരില്ലേ, കുന്നിക്കുരു ചതച്ചിട്ട് അത് കഴിച്ചു. വെറുതെ, ഒന്നിലല്ല, വെറുതെ കഴിച്ചു. കഴിച്ചിട്ട് ഇവൾക്ക് ഭയങ്കര വോമിറ്റിങ്ങും ഇതൊക്കെ ആയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ പറഞ്ഞു അവിടെ പറ്റില്ല, വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ കുടല് ഒട്ടിയിരിക്കണമെന്ന്. ഈ കുന്നിക്കുരു കഴിച്ചാൽ അങ്ങനെയാണ്, ഈ സ്വർണ്ണൊക്കെ ഉണ്ടാക്കാൻ ചേർക്കണത് അത്ര ഇത് ഇങ്ങനെ വേഗം ഒട്ടാനൊക്കെ വേണ്ടിട്ട്. അപ്പൊ ഇത് അത്ര ഡേഞ്ചർ അത്ര കുന്നിക്കുരു. അപ്പൊ എന്താ പറയാ, പോലീസ് വന്നപ്പോ എന്താ പറഞ്ഞു, ഞാന് തമാശക്ക് ചെയ്തതായിരുന്നു, ഏട്ടനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്, പക്ഷെ ഇങ്ങനെ കാര്യമാണെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് കേസൊന്നും ഉണ്ടായില്ല. പക്ഷെ അവള് മരിച്ചത് അവനെ ഭയങ്കര ഷോക്കായി. പോലീസുകാരൻ എന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, അവനോട് ഇങ്ങനെ പറഞ്ഞു, എന്താ ചെയ്യാ, അവള് ഇങ്ങനെ ചെയ്തതല്ലേ, അവള് വേണമെന്ന് വിചാരിച്ചിട്ടല്ല, അവള് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, എന്താ ചെയ്യാ, അവളെ സമയമായിട്ടുണ്ടാവുന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ അവൾ അച്ഛൻ ഇവനെ ഫോൺ ചെയ്തെന്ന് തോന്നുന്നു, ഇവനോട് എന്തോ പറഞ്ഞു, അവന്റെ കാരണമാണ് എന്റെ മോള് മരിച്ചതെന്നോ അങ്ങനെ എന്തൊക്കെയോ കുറ്റപ്പെടുത്തിയെന്ന് തോന്നുന്നു. ഭയങ്കര ഷോക്കായി പോയി അവനത്. അപ്പൊ അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ നന്നായി ശ്രദ്ധിക്കണം, കാരണം ഞാൻ അവനൊപ്പാണേ ഞങ്ങളെ വീട്ടില്. അപ്പൊ അച്ഛന് നേരെ ചേട്ടന്റെ മോനാ. അപ്പൊ അവനെ നന്നായി ശ്രദ്ധിക്കുമെന്ന് എപ്പോഴും പറയാറുണ്ട്. എന്താ അറിഞ്ഞൂടെ, അവൻ ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് റൂമിലേക്ക് പോണതേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ റൂമിന്റെ വാതിൽ തുറക്കണില്ല. അപ്പൊ അച്ഛനൊക്കെ കൂടി തല്ല് തുറന്നപ്പോ ഇവൻ കയറിട്ട് ചാടിയിരിക്കുന്നു. അപ്പൊ തന്നെ ആ സ്പോട്ടിൽ തന്നെ ആള് തീർന്നു. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് അവന് എന്താണ് അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്തോ ഒരു ഇത് വേദനിപ്പിക്കുന്ന പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് അവൻ പോയിട്ട് അത് ചെയ്തത്. ഇപ്പൊ 10 വർഷമായിരിക്കുന്നു ചെയ്തിട്ട്.
അതാണ് 2 ജീവൻ പോയതല്ലേ ഒരു ഇത്. Okay. പിന്നെ നമ്മള് പറഞ്ഞ പോലെ അത് എനിക്കെന്ന് പറഞ്ഞ മിസ്സേ, എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു അത്. കാരണം ഞാൻ അവനും ചെറുപ്പം മുതലേ ഒരു വീട്ടിലല്ലേ, ചെറുപ്പം മുതലേ ഞാനാണ് അവനെ 2 മാസത്തിനേക്കാൾ മൂപ്പ്. ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതും അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു അത്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ നമ്മൾ അറിയണില്ലേ, കാരണം ഇങ്ങനെ കേൾക്കില്ലേ ചിലപ്പോ ആരെങ്കിലും ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നത് നമ്മൾ പറയോ ഇന്ന് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു നമ്മൾ കേൾക്കും, ഇന്ന് രാവിലെയും കൂടെ ഞാൻ കണ്ട് സംസാരിച്ചാണല്ലോ. ചിലപ്പോ ഒരു മണിക്കൂറിനുള്ളിലായിരിക്കാം ഇത് സംഭവിച്ചിട്ടുണ്ട്, പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കിങ്ങനെ തോന്നും. നമ്മൾ അറിയുന്നില്ല ആളുകളുടെ ഉള്ളിലൂടെ പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ളതെന്നും. ശരിക്കും ഗുഡ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പുറകിലുള്ളത്. ഇമോഷണലി കണക്റ്റഡ് എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മളുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും നമ്മളോട് കാര്യങ്ങൾ തുറന്നു പറയും. ചിലരോട് നമുക്ക് ഭയങ്കര ഒരു സ്പേസ് തോന്നും അല്ലെ, അവരോട് പറയാം. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തായിരിക്കാം, അമ്മയായിരിക്കാം, ചേച്ചിയായിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ തന്നെയായിരിക്കാം, ചിലർക്ക് മക്കൾ തന്നെയാവും. അങ്ങനെയുണ്ട് ആ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വൺ സൈഡിൽ മാത്രം അല്ല, പറയുന്നത് മാത്രമല്ല, കേൾക്കുന്നതിലും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആ ഒരു കേൾക്കാനുള്ള ഒരു മനസ്സ്, ഹൃദയം കൊണ്ട് കേൾക്കുക തന്നെ വേണം. ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഹിയറിംഗ് അല്ല, ശരിക്കും ലിസണിങ് ആണ് വേണ്ടത്. നമ്മളിപ്പം ഈ റൂമിൽ ഇരിക്കുമ്പോൾ പലതും ഞാനിപ്പോ കേൾക്കുന്നുണ്ടാവും, പൂച്ച കരയുന്നതോ ഫാൻ കറങ്ങുന്നതോ, അതൊക്കെ ഹിയറിംഗ് അതിൽ പെടും. പക്ഷെ ലിസണിങ്, ആക്റ്റീവ് ലിസണിങ്, ഹൃദയം കൊണ്ട് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഇമ്പോർട്ടന്റ്. ഒരാള് പറയുമ്പോൾ, ഒരാള് നമ്മളോട് പറയുമ്പോൾ അത് അയാളുടെ വിഷമം, നമുക്കത് കേൾക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിൽ തോന്നിയാൽ പോലും നമ്മളത് എക്സ്പ്രസ് ചെയ്യരുത്. ചിലപ്പോൾ നമ്മൾ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇതിലും വലിയതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഥ പറയുകയല്ല ശരിക്കും അവരോട് ചെയ്യേണ്ടത്. ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അവന്റെ ഫീലിങ്സ്, ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യണം. ഓ ഇതാണ് ഇത്ര വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് അവനെ തള്ളിക്കളയല്ല വേണ്ടത്. പിന്നെ അവര് പറയില്ല നമ്മുടെ അടുത്ത്. നമ്മൾ ആ പറയുന്നതിനെ നമ്മൾ കേൾക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുമ്പോഴാണ് ആരും എന്തും പറയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ, അത് അതിന്റെ ഡൂസ് ആൻഡ് ഡോൺസ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. നെക്സ്റ്റ് ഞാൻ അടുത്തത് എടുക്കാട്ടോ. ആക്ഷൻ പ്രിൻസിപ്പിൾസ് എല്ലാം അതിൽ വരുന്നുണ്ട്, കുറച്ച് ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ അതിനകത്ത് വെച്ചിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും ഹാപ്പി ആയിരിക്കും. താങ്ക് യു. താങ്ക് യു മാം. കാരണം ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി, ഒരുപാട് ഞങ്ങൾക്ക് വിവരങ്ങൾ ഷെയർ ചെയ്യാൻ കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.